മധ്യപൂർവ്വ ഏഷ്യയിൽ വൻ യുദ്ധഭീതി ഉയർത്തുന്ന വാഗ്വാദങ്ങളും സൈനിക നീക്കങ്ങളുമാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി അരങ്ങേറുന്നത്. ഇറാന്റെ സുപ്രധാന ആണവ നിലയങ്ങൾ ആക്രമിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ അമേരിക്കയുടെയും അവരുടെ സഖ്യരാഷ്ട്രങ്ങൾക്കും നേരെ കടുത്ത തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ ഒരു പ്രസ്താവനയാണ് ഈ പുതിയ നയതന്ത്ര സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഇറാനിലെ അതീവ രഹസ്യവും സുരക്ഷിതവുമായ പിക്കാക്കസ് മൗണ്ടെയിൻ ആണവ നിലയ മേഖലയിൽ ഉടൻ തന്നെ അതിശക്തമായ ആക്രമണം നടത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. എന്താണ് ഈ പിക്കാക്കസ് മൗണ്ടെയിൻ? ടെഹ്റാനിൽ നിന്ന് 220 കിലോമീറ്റർ തെക്കുമാറി നദാൻസ് ആണവ സമുച്ചയത്തിന് തൊട്ടടുത്തായി പർവ്വതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭ ആണവ നിലയമാണിത്. സാധാരണ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പാകത്തിന് അതീവ സുരക്ഷിതമായി നിർമ്മിച്ചിട്ടുള്ള ഈ കേന്ദ്രത്തിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള സെൻട്രിഫ്യൂജുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ കരുതുന്നത്. ട്രംപിന്റെ ഭീഷണിയോട് ഇറാൻ സൈന്യത്തിന്റെ പരമോന്നത കമാൻഡറായ ഖാതം അൽ അൻബിയ അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇറാന്റെ ആണവ നിലയങ്ങൾക്കോ സുപ്രധാന കേന്ദ്രങ്ങൾക്കോ നേരെ ആക്രമണം ഉണ്ടായാൽ അത് കേവലം ഒരു ഒറ്റപ്പെട്ട സൈനിക നടപടിയായി കാണില്ല, പകരം മേഖലയാകെ പടരുന്ന ഒരു വൻ യുദ്ധമായി കണക്കാക്കപ്പെടും. അമേരിക്കയെ മാത്രമല്ല, വാഷിംഗ്ടണിന് പിന്തുണ നൽകുന്ന അവരുടെ എല്ലാ സഖ്യരാജ്യങ്ങളെയും അമേരിക്കൻ സൈനിക താവളങ്ങളെയും ഇറാൻ സൈന്യം തിരിച്ചടിയുടെ ഭാഗമായി ലക്ഷ്യമിടും. ജൂലൈ 21-ന് ബഹ്റിൻ, ജോർദാൻ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ട ഡ്രോണുകളും മിസൈലുകളും പ്രതിരോധിക്കേണ്ടി വന്നതായി ഈ രാജ്യങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അതിലും കടുപ്പമായിരിക്കും വരാനിരിക്കുന്നത്. മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത് എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ പിക്കാക്കസ് മൗണ്ടിനെ തന്നെ ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട്. നദാൻസിലെ പഴയ ആക്രമണങ്ങൾ. മുൻപ് ഇറാന്റെ നദാൻസ് ആണവ സമുച്ചയത്തിലെ 2 പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് നേരെയും കടുത്ത വ്യോമാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അന്ന് ഈ പിക്കാക്കസ് മൗണ്ടനിലെ ഭൂഗർഭ തുരങ്ക സമുച്ചയത്തെ തൊടാൻ പോലും ആക്രമണകാരികൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നത് വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള പ്രമുഖ തിങ്ക് ടാങ്ക് ISIS സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന നിർമ്മിതിയാണിത്. പർവ്വതത്തിന് വളരെ ആഴത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ തുരങ്ക സമുച്ചയം സാധാരണ ആകാശ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പോന്നതാണ്. ഇത് അമേരിക്കയെ കൂടുതൽ ചൊടിപ്പിക്കുന്നുമുണ്ട്. ഇത്തവണ പിക്കാക്കസ് മൗണ്ടൻ ലക്ഷ്യമിടുമെന്ന് ട്രംപിനെ കൊണ്ട് പരസ്യമായി പറയിപ്പിച്ചതും ഇതുതന്നെയാണ്. ഇതുവരെ ഇറാന്റെ തീരദേശങ്ങളിലെ നിരീക്ഷണ കേന്ദ്രങ്ങളെയും മിസൈൽ ഡ്രോൺ ലോഞ്ച് പാഡുകളെയും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെയും മാത്രമായിരുന്നു US സേന പ്രധാനമായും ആക്രമിച്ചിരുന്നത്. എന്നാൽ അവിടെ നിന്ന് മാറി നേരിട്ട് ആണവ കേന്ദ്രങ്ങളിലേക്ക് പ്രത്യാക്രമണം വ്യാപിപ്പിക്കാൻ അമേരിക്ക തുനിഞ്ഞാൽ അത് മേഖലയിലെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായും ഇല്ലാതാക്കും. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഭീഷണികൾ ഇറാൻ ജനതയോടുള്ള അനാദരവാണ് എന്നും അത് പറയുന്നവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള വാക്കുകൾ ചേരൂ എന്നുമാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ, കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങുന്നതല്ല ഈ യുദ്ധഭീഷണി. ഒരു വശത്ത് അമേരിക്കൻ പോർവിളികളും മറുവശത്ത് ഇറാന്റെ പക്കലുള്ള അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും. പിക്കാക്കസ് മൗണ്ടിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം ഉണ്ടായാൽ അത് ഇറാന്റെ അതിർത്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്ന് ഇറാൻ സൈന്യം അടിവരയിട്ട് പറയുന്നു. ഗൾഫ് മേഖലയിൽ ആകെ പടർന്നു പിടിക്കുന്ന ഒരു മഹായുദ്ധത്തിലേക്കാണോ മധ്യപൂർവ്വ ഏഷ്യ നീങ്ങുന്നത് എന്ന ഭീതിയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ. അതിനിടെ ഇറാനിലെ ഭരണ നേതൃത്വത്തെക്കുറിച്ച് ആഗോള മാധ്യമങ്ങളിൽ നിരവധി ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. അയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് ശേഷം അധികാരം ഏറ്റെടുത്ത മകൻ മുജ്തബ ഖമേനി രാജ്യം വിട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വ്യാജമാണ് എന്ന് ഇറാൻ ഭരണകൂടം പരോക്ഷമായി വ്യക്തമാക്കുന്നുണ്ട്. എന്തും പറയാമെന്ന അവസ്ഥ മറ്റുള്ളവർക്കാകാമെങ്കിൽ പ്രവർത്തിക്കാൻ തങ്ങൾക്കുമാകുമെന്നാണ് അവർ പറയുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ താൻ സുപ്രീം ലീഡർ മുജ്തബ ഖമേനിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്നും അടിയന്തര തീരുമാനങ്ങൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കൈക്കൊള്ളുന്നത് എന്നും അറിയിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് സാത്താൻ എന്ന് അമേരിക്കയെ വിശേഷിപ്പിച്ചുകൊണ്ട് US പ്രസിഡന്റിന്റെ വാഗ്ദാനങ്ങളും ഒപ്പുകളും വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് എന്നും അധിനിവേശത്തിന് അമേരിക്കയ്ക്ക് മറക്കാനാവാത്ത പാഠം പഠിപ്പിക്കുമെന്നും മുസ്തഫ ഖമേനി തന്റെ പ്രസ്താവനയിലൂടെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ പോരാട്ട വീര്യത്തിന്റെ പര്യായമായി ഇറാന്റെ നിർണായക മുന്നേറ്റങ്ങൾ മാറുകയാണ്. ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം പരമാധികാരവും പ്രതിരോധ ശേഷിയും ലോകത്തിന് മുന്നിൽ വീണ്ടും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇറാൻ. സഖ്യശക്തികളുടെ സമ്മർദ്ദ തന്ത്രങ്ങളെ കൃത്യമായ സൈനിക തന്ത്രജ്ഞരെ കൊണ്ട് ചെറുത്തു തോൽപ്പിക്കാനുള്ള കരുത്തോടെയാണ് ഇറാൻ നിൽക്കുന്നത്.
ലോകവ്യാപാരത്തിന്റെ നട്ടെല്ലായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് പുലർത്തുന്ന മേധാവിത്വം ശത്രുരാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. തങ്ങളുടെ അതിർത്തിയിൽ കടന്നുകയറാൻ ശ്രമിക്കുന്ന ഏതൊരു വിദേശ യുദ്ധക്കപ്പലിനും ശക്തമായ തിരിച്ചടി നൽകാൻ ഇറാൻ നാവികസേന സജ്ജവുമാണ്. മേഖലയിലെ അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടുന്ന പ്രതിരോധ ശക്തികൾക്ക് കരുത്തുപകരാൻ ഇറാൻ എന്നും മുന്നിലുണ്ട്. സഖ്യരാഷ്ട്രങ്ങളുടെ പിന്തുണയോടെ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ രാഷ്ട്രീയ സൈനിക സ്വാധീനം ഉറപ്പിക്കാൻ ഇറാന് ഇപ്പോഴും സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഞങ്ങളുടെ മണ്ണിലേക്ക് ഈ ഒരു അധിനിവേശം ഉണ്ടായാൽ അത് ശത്രുവിന്റെ അവസാനമായിരിക്കുമെന്ന കൃത്യമായ സന്ദേശമാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത്. അമേരിക്കൻ ഉപരോധങ്ങളെ കാറ്റിൽ പറത്തി ഏഷ്യൻ സാമ്പത്തിക ശക്തികളുമായി പുതിയ സാമ്പത്തിക സൈനിക ബന്ധങ്ങൾ കെട്ടിയുറപ്പിക്കാനും ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. അധിനിവേശങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഇറാൻ പശ്ചിമേഷ്യൻ ഭൂപടത്തിൽ ഒഴിവാക്കാനാവാത്ത ശക്തിയായി മാറുകയാണ്. ശത്രുക്കളുടെ ഏത് നീക്കത്തെയും തകർത്തെറിയാൻ സജ്ജമായി നിൽക്കുന്ന ഇറാൻ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ ഒത്തുതീർപ്പില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു. പരസ്പരമുള്ള വ്യോമാക്രമണങ്ങളും ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ഭീഷണികളും മധ്യപൂർവ്വ ഏഷ്യയിലെ സമാധാന അന്തരീക്ഷത്തെ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. പിക്കാക്കസ് മൗണ്ടിന് നേരെ അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം ഇറാന്റെ അതിർത്തിക്കപ്പുറത്തേക്ക് വ്യാപിക്കുമെന്ന മുന്നറിയിപ്പോടെ മധ്യപൂർവ്വ ഏഷ്യ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ അരികിൽ എത്തി നിൽക്കുന്നു.